ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ സ്റ്റീക്കിന്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ മഷ്റൂം സോസും സോട്ടഡ് വെജീസും അതുപോലെ മാഷ്ഡ് പൊട്ടാറ്റോസും ഞാൻ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒരു കംപ്ലീറ്റ് മീലായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കണ്ടേ? വളരെ സിമ്പിളാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ചിക്കൻ സ്റ്റീക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, ഒറിഗാനോ, പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ ആഡ് ആക്കി കൊടുക്കുക. അത് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ഭയങ്കരമായിട്ട് കാണിക്കും. അപ്പോൾ കുറച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ ആവശ്യത്തിന് നാരങ്ങാനീരും കൂടി ആഡ് ആക്കിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു പാനിൽ ബട്ടർ ഇട്ടിട്ട് ബട്ടർ ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഈ ഒരു ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. കാരണം നമുക്ക് ഈ സ്റ്റീക്ക് ഭയങ്കര ജ്യൂസി ആയിട്ടാണ് കിട്ടേണ്ടത്, ഹാർഡ് ആവാൻ പാടില്ല. അപ്പം നമ്മൾ കുറച്ച് നേരം അങ്ങനെ മറിച്ചിട്ട് ഈ ഒരു കളറിൽ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീക്ക് റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ സംഭവമാണ് മഷ്റൂം സോസ്. ഈ ഒരു സ്റ്റീക്ക് വെറുതെ കഴിക്കുന്നതിനെക്കാട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മഷ്റൂം സോസിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ടോ. അപ്പോൾ അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം നോക്കാം. അതിനായിട്ട് കുറച്ച് മഷ്റൂംസ് നന്നായി വാഷ് ചെയ്തിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനിവിടെ ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ നുറുക്കിയിട്ട് ഒന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് പിന്നെ ഒരു 4 വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഒന്നല്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്രേറ്റ് ചെയ്തേക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്കുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മഷ്റൂം സോസ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ടൊരു പാനിൽ നമ്മൾ ബട്ടർ ഇട്ട് ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആദ്യം തന്നെ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ വെളുത്തുള്ളി ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് സവാള ആഡ് ചെയ്യാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മഷ്റൂം ഇട്ടിട്ട് ഒന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ മഷ്റൂം കുക്കാവാൻ വളരെ കുറച്ച് സമയം മതി കേട്ടോ. നമ്മൾ ഇത് തുറന്നു വെച്ചിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് കുക്കായിട്ട് വരും. ഇനി നമ്മൾ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതിനെ സോസി കൺസിസ്റ്റൻസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് പാലും 1/2 ടേബിൾ സ്പൂൺ മൈദ കൂടി ആഡ് ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മഷ്റൂം സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ സോട്ടഡ് വെജീസ് ആണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റും ക്യാപ്സിക്കും അതുപോലെ തന്നെ ഗ്രീൻ പീസും ആണ് കേട്ടോ. അപ്പോൾ ഇതേ ഈ ക്യാരറ്റും ക്യാപ്സിക്കും ഞാനിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്, ഇത്തിരി കനം കുറഞ്ഞ രീതിയിൽ. പിന്നെ ഗ്രീൻ പീസ് ഞാൻ ടിന്നിലുള്ള ഗ്രീൻ പീസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് കാരണം അത് ലാസ്റ്റ് ഇട്ടാൽ മതിയാവും. അധികം ടൈം കുക്ക് ചെയ്യേണ്ട, വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ പാനിൽ ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് ക്യാരറ്റിനല്ല കൂടുതൽ വേവ് വേണ്ടത്. അതുകൊണ്ട് ഫസ്റ്റ് ക്യാരറ്റ് ഇട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റാണ് നമ്മൾ അതിലേക്ക് ഗ്രീൻ പീസ് ആഡ് ആക്കി കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ നാരങ്ങാനീരും ആഡ് ആക്കി കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഒന്നും ആഡ് ആക്കണ്ടെന്ന് വെച്ചെങ്കിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ മാഷ്ഡ് പൊട്ടാറ്റോ പ്രിപ്പയർ ചെയ്യാനായിട്ട് പൊട്ടാറ്റോ ഒരു 2 എണ്ണം ഞാൻ ബോയിലാക്കി എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് മാഷ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ആക്കി കൊടുക്കുക. പിന്നെ കുറച്ച് പാല് അതുപോലെ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തതും കൂടിയും ആഡ് ആക്കിയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ മാഷ്ഡ് പൊട്ടാറ്റോയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയായി. ഇനി അതിനെ സെർവ് ചെയ്യാന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റീക്ക് വെക്കുക. അതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മഷ്റൂം സോസ് ഒഴിക്കുന്നത്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ മഷ്റൂം സോസിന്. പ്രത്യേകിച്ചും ആ ഒറിഗാനൊക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു അടിപൊളി സ്മെല്ലാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ സൈഡിലായിട്ട് നമ്മളുടെ സ്റ്റീംഡ് വെജീസും അതേപോലെ തന്നെ മാഷ്ഡ് പൊട്ടാറ്റോവും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതന്നെ കഴിച്ച് കഴിഞ്ഞാൽ ഇതൊരു കംപ്ലീറ്റ് മീലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ആക്കി നോക്കാം. ഒരു വെറൈറ്റി അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.